പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 27 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു വ്യക്തിയും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഭംഗിയായിട്ടുള്ള അവരുടെ പ്ലാനിംഗ് ആണ്. നമ്മൾ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ പ്രിപ്പറേഷന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമ്മളുടെ പെർഫെക്റ്റ് പ്ലാനിംഗ് ആണ് നമ്മളുടെ വിജയം. അതിൽ കറണ്ട് അഫേഴ്സും ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സിന് കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇൻ വിച്ച് കാറ്റഗറി കേരള റിസീവ്ഡ് ദ നാഷണൽ അവാർഡ് at the 6th edition of the Indian Responsible Tourism Awards? ഇന്ത്യൻ ഉത്തരവാദിത്ത ടൂറിസം അവാർഡിൻ്റെ 6ാം പതിപ്പിൽ കേരളത്തിന് ദേശീയ അവാർഡ് ലഭിച്ച വിഭാഗം ഏതാണ്? ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ്. ഒഡീഷയിൽ കൊണാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ് എന്ന ഇനത്തിൽ നാഷണൽ അവാർഡ് ലഭിച്ചു. ഓൺ വിച്ച് ഡേറ്റ് Kerala State Assembly election is scheduled for the 140 Assembly seat? ഏത് തീയതിയിലാണ് 140 നിയമസഭാ സീറ്റിലേക്ക് കേരള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? 6th April 2021. 2021 ഫെബ്രുവരി 26 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ പ്രഖ്യാപിച്ചു. അതായത് കേരളത്തിൽ 2021 ഏപ്രിൽ 6 ഇലക്ഷൻ 140 അസംബ്ലി സീറ്റിലേക്ക് നടക്കുമെന്ന്. ഈ ഇലക്ഷൻ സിംഗിൾ ഫേസിലായിരിക്കുള്ളൂ. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇതിൻ്റെ ഫലപ്രഖ്യാപനം മെയ് 2 ആയിരിക്കും. ഹൗ മെനി സ്റ്റേറ്റ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ അനൗൺസ്ഡ് ദി ഷെഡ്യൂൾ ഫോർ അസംബ്ലി ഇലക്ഷൻസ്? എത്ര സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഷെഡ്യൂൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ പ്രഖ്യാപിച്ചു? ആസാം, കേരള, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി. ഇതിൽ കേരള, തമിഴ്നാട്, പുതുച്ചേരിയിൽ ഏപ്രിൽ 6 ഒരു ദിവസം കൊണ്ട് തന്നെ ഇലക്ഷൻ പൂർത്തിയാകും. ആസാമിൽ 3 ഘട്ടങ്ങളിൽ മാർച്ച് 27, ഏപ്രിൽ 4, ഏപ്രിൽ 6. വെസ്റ്റ് ബംഗാളിൽ 8 ഘട്ടങ്ങളിലാണ് ഇലക്ഷൻ നടക്കുക. മാർച്ച് 27, ഏപ്രിൽ 1, ഏപ്രിൽ 6, ഏപ്രിൽ 10, ഏപ്രിൽ 17, ഏപ്രിൽ 22, ഏപ്രിൽ 26, ഏപ്രിൽ 29. വെസ്റ്റ് ബംഗാളിൽ 294 സീറ്റിനും തമിഴ്നാട്ടിൽ 234 സീറ്റും കേരളത്തിൽ 140 സീറ്റും ആസാമിൽ 126 സീറ്റിനും പുതുച്ചേരിയിൽ 30 സീറ്റിനും വേണ്ടിയുള്ള ഇലക്ഷനാണിത്. ഇതിൻ്റെ ഫലപ്രഖ്യാപനം മെയ് 2 ആയിരിക്കും. പുതുച്ചേരിയിൽ ഇപ്പോൾ പ്രസിഡന്റ് ഭരണമാണ്. ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് അഞ്ജലി ഭരദ്വാജ് was honored with an anti-corruption award by which nation? ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകയായ അഞ്ജലി ഭരദ്വാജിനെ ഏത് രാജ്യമാണ് അഴിമതി വിരുദ്ധ അവാർഡ് നൽകിയത്? യുണൈറ്റഡ് സ്റ്റേറ്റ്. സുതാര്യതയും ഉത്തരവാദിത്വവും സംബന്ധിച്ച് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകയായ അഞ്ജലി ഭരദ്വാജ് ബൈഡൻ ഭരണകൂടം പുതുതായി സ്ഥാപിച്ച അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ചാമ്പ്യൻസ് അവാർഡിനായി നാമനിർദ്ദേശം ചെയ്ത 12 ധീരരായ വ്യക്തികളിൽ ഒരാളാണ് അഞ്ജലി ഭരദ്വാജ്. അഞ്ജലി ഭരദ്വാജിന് ഇതുകൂടാതെ അൽബാനിയ, ഇക്വഡോർ, മൈക്രോനേഷ്യ, ഗോട്ട്മാല, ഗിനിയ, ഇറാഖ്, കിർഗിസ്ഥാൻ, ലിബിയ, ഫിലിപ്പൈൻസ്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഇൻ ഹൗ മെനി സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, e-Dakil portal for consumer grievance redressal is in operational, which has come into force from 20th July 2020? 2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്ന ഉപഭോക്തൃ പരാതി പരിഹാരത്തിനുള്ള e-Dakil പോർട്ടൽ എത്ര സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്? 15 സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്. 2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്ന 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉപഭോക്തൃ പരാതികൾ ഫയൽ ചെയ്യുന്നതിനും
പരാതി സമർപ്പിക്കുന്നതിനുമുള്ള ഫീസ് ഓൺലൈൻ ആയും അടയ്ക്കുന്നതിനുമുള്ള വ്യവസ്ഥയുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗ്ലോബൽ മണി ലോണ്ടറിംഗ് which decides to keep Pakistan on its grey list till June 2021? 2021 ജൂൺ വരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിലനിർത്താൻ തീരുമാനിക്കുന്ന ആഗോള പണമിടപാടിൻ്റെ പേരെന്താണ്? FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം, അന്താരാഷ്ട്ര ധനകാര്യ വ്യവസ്ഥയ്ക്കെതിരായ മറ്റ് ഭീഷണികൾ എന്നിവയ്ക്കെതിരെ 1989 രൂപീകരിച്ച ഒരു അന്തർ ഗവൺമെൻറ് ബോഡിയാണ് FATF. നിലവിൽ 39 അംഗങ്ങളുണ്ട്. 2018 ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഇന്ത്യാസ് ഏസ് സ്പ്രിൻറ്റർ ഹിമാദാസ് ടുക്ക് ഓത്ത് ആസ് എ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് DSP? ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയുടെ സ്പ്രിൻറ്റർ ഹിമാദാസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആയി സത്യപ്രതിജ്ഞ ചെയ്തത്? അസം. 2021 ഫെബ്രുവരി 26 ഹിമാദാസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ആസാം ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററും ഹിമാദാസിന് കൈമാറി. ഇന്ത്യൻ ക്രിക്കറ്റർ യൂസഫ് പഠാൻ ഹാസ് അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെൻറ്റ് ഫ്രം all forms of cricket. In which year did he make his one-day international debut? ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ എല്ലാത്തരം ക്രിക്കറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഏതു വർഷത്തിലാണ് അദ്ദേഹം ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത്? 2008. 2008 ജൂണിലാണ് യൂസഫ് പഠാൻ വൺ-ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. കൂടാതെ 2007 സെപ്റ്റംബറിൽ T20 ഇൻ്റർനാഷണൽ അരങ്ങേറ്റം കുറിച്ചു. ഇത് രണ്ടും പാകിസ്ഥാന് എതിരെയായിരുന്നു. കൂടാതെ 2007 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന വേൾഡ് 2020 വിജയിച്ച ആ വർഷം യൂസഫ് പഠാൻ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. കൂടാതെ 2011 വൺ-ഡേ ഇൻ്റർനാഷണൽ വേൾഡ് കപ്പ് വിജയിച്ചതിലും യൂസഫ് പഠാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ എക്സാമുകളിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.